ഹായ് ഗായ്സ്, എല്ലാവർക്കും ടെസറോസ്വിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒന്നും വന്നില്ല, എല്ലാവർക്കും വരുന്നതേ ഉള്ളൂ. വേറൊന്നുമല്ല, കൊളാബറേഷൻ ചെയ്യുന്നത്. കൊളാബറേഷനിലൂടെ നമുക്ക് എങ്ങനെ പൈസ സമ്പാദിക്കാം, നമുക്ക് അതിലൂടെ എങ്ങനെ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, വാച്ചവർ കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ആ കൊളാബറേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 2 ദിവസം മുന്നെയാണ് ആ ഒരു അപ്ഡേഷൻ വന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും പതിയെ പതിയെ വരുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ പിന്നെ ചിലർക്കൊക്കെ ഓരോ സംശയങ്ങളുണ്ട്. അങ്ങനെ കൊളാബറേറ്റ് ചെയ്താൽ ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യുന്ന ആ ചാനലും അതുപോലെ ടാഗ് ചെയ്യുന്ന ആ ചാനലും അടിച്ചു പോകുന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേനും പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. എന്ന് വെച്ചാൽ വലിയ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ഞാൻ വലിയ യൂട്യൂബറൊന്നുമല്ല, ഞാനൊരു സാധാരണയാണ് ഒരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞ അപ്ഡേഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് ആദ്യം തന്നെ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും. കൊളാബറേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ മറ്റൊരാളെ ടാഗ് ചെയ്യുക. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കൊളാബറേഷനിലൂടെ ടാഗ് ചെയ്ത് ആ ഒരു കൊളാബറേറ്റ് ചെയ്യുന്ന ആൾക്കാണോ ആ ആൾക്ക് സെൻഡ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് വ്യൂസ്, വാച്ചവർ, സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാനും എല്ലാം സാധിക്കും. പക്ഷേ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് മാത്രമേ കിട്ടുള്ളൂ, ടാഗ് ചെയ്യുന്ന ആ ആൾക്ക് കിട്ടണമെന്നില്ല. നമുക്കാണ് അതിലൂടെ അവരുടെ ചാനൽ, അവരിപ്പം വലിയ ചാനൽ യൂട്യൂബേഴ്സ് ആകാം, അവരൊന്നും നമ്മളെ ടാഗ് ചെയ്യുമ്പോൾ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അവർക്കതിന് നേരില്ല. ഞാനൊരാളെ അങ്ങനെ ചെയ്തു, ആളെ അക്സെപ്റ്റ് ചെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് അത് പറഞ്ഞത്. ഇപ്പോൾ ചെറിയ ചാനൽ, വലിയ ചാനലൊന്നും മതില്ല, 10-500K സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണെങ്കിലും നമുക്ക് അവരെ ടാഗ് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് അവരത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാനലിലൂടെയും നമ്മുടെ വീഡിയോസും ഷോർട്സ് എന്താണ് കൊളാബറേറ്റ് ചെയ്യുന്നത് അത് അവർക്കും അവരുടെ ചാനലുകളിൽ പോയി നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചറും ഒക്കെ കൂടാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഏത് ഷോർട്സാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. നമുക്ക് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഷോർട്സ് ഓർ വീഡിയോസ്, അത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്ത് ടൈറ്റിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും കുറച്ച് താഴെയായിട്ട് കൊളാബറേഷൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം തന്നെ സെർച്ചിന് ചാനൽ, നമുക്ക് ഏത് ചാനലാണോ കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടത് ആ ചാനൽ സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൂടാതെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. UR കൺട്രോൾ എന്നും പറഞ്ഞാണ് ഒന്നാമത്തെ ഓപ്ഷന്. നമ്മുടെ വീഡിയോസിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള അവകാശം നമുക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ടാഗ് ചെയ്യുന്ന ആൾക്കില്ല, നമ്മൾക്കാണ് അത് ചെയ്യാനുള്ള അവകാശമുള്ളത്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള, അത് ചെയ്യാനുള്ള അവകാശമുള്ളത്. രണ്ടാമത്തെ എക്സ്പാൻഡഡ് വ്യൂസ് എന്നുള്ളതാണ്. നമ്മുടെ മറ്റൊരാളിലേക്ക് ടാഗ് ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യൂസ് കൂടുന്നതാണ് ചെയ്യുന്നതെന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോയിൽ നമുക്ക് പൈസ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും വാച്ചവേഴ്സും എല്ലാം സബ്സ്ക്രൈബേഴ്സും എല്ലാം നമുക്ക് മാത്രമേ അവകാശപ്പെട്ടാകുന്നതാണ്. ഇപ്പം മറ്റേ ആളെ കൊളാബ് ചെയ്യുന്ന ആൾക്ക് അതിലൊരു അവകാശമില്ല, നമുക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 ഓപ്ഷൻസാണുള്ളത്. അപ്പം ആദ്യം നമുക്ക് ഏതാണോ വേണ്ടത്, നമുക്കതിപ്പോൾ ചെറിയ ചാനലാകാം, വലിയ ചാനലാകാം, ഏതാണെങ്കിലും സെലക്ട് ചെയ്യുക. എനിക്ക് പരിചയമുള്ള ഒരു ചാനലാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് നന്മ എന്നുള്ള ചാനലാണ്. അപ്പം നമുക്കിഷ്ടമുള്ള ഒരു ചാനൽ, ഇപ്പം നമുക്ക് പുതിയ കിളിപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം നമ്മളെ അക്സെപ്റ്റ് ചെയ്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ആരെ വേണമെങ്കിലും നമ്മൾക്ക് കൊളാബറേഷനുള്ള ലിങ്ക് അയച്ചു കൊടുക്കുന്ന ആൾക്ക് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് നന്മയാണ് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ അവിടെ താഴെ ഷെയർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വാട്സപ്പ്, ടെലഗ്രാമിൽ എവിടെയെങ്കിലും നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ആളായിരിക്കും. എനിക്ക് വാട്സപ്പ് ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ വാട്സപ്പ് ഫ്രണ്ടിലുള്ള നന്മ എന്നുള്ള ചാനലിൽ അയച്ചു കൊടുക്കും. പിന്നെ അന്നേരം അവർക്ക് YT സ്റ്റുഡിയോയിൽ വരും, ഇന്നയാൾ നമ്മളെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുവാണെങ്കിൽ അവരുടെ ചാനലിലേക്ക് നമ്മുടെ ആ വീഡിയോ പോവുകയും നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചവറും എല്ലാം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ കൊളാബറേഷൻ എന്നുള്ള ഞാൻ ചെയ്ത ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.